അപ്പോൾ തിരുവോണ ദിവസത്തിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജാസ് എന്നിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ, ഇന്ന് ഓണസദ്യ ഒരുക്കാനായി എൻ്റെ കൃഷിയിടത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് കരുതി കയറിയതാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഓണസദ്യയും കൂടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ചീരയൊക്കെ തഴപ്പോട് കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചീരയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഓണസദ്യയൊക്കെ ഒന്ന് ഒരുക്കാലോ എന്ന് തോന്നിയത്. ഓണസദ്യ ഒരുക്കാമെന്ന് കരുതിയതൊന്നുമല്ല, സാധാരണ പോലെയാണ്. അപ്പോൾ ഈ ചീരയൊക്കെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് പയറും നിൽക്കുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കൂടി ഇങ്ങ് വിളവെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഫ്രഷ് ആയിട്ടുള്ള പയറും ചീരയും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു ഓണസദ്യ ഒരുക്കാമെന്നാണ് കരുതുന്നത്. ഞാൻ 2 ദിവസം മുമ്പേ തന്നെ പയറും കോവലും ഒക്കെ വിളവെടുത്തു. ഇപ്പോഴിതാ വീണ്ടും നല്ല രീതിയിൽ വിളവായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ അപ്പോൾ തന്നെ നമ്മൾ പറിച്ചെടുത്ത് നമ്മൾ ഓണസദ്യയൊക്കെ ഒരുങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് ഉണ്ടാവുക. അങ്ങനെ ഞാൻ രാവിലെ തന്നെ പയറും ചീരയും ഒക്കെ വിളവെടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമ്മുടെ പയർ ഞാനെല്ലാം ഒന്ന് വീക്കിനായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു കുഞ്ഞ് പായസവും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓണസദ്യയും ഒക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ തിരുവോണ ദിവസത്തിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഓണസദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ചില ഓണപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അടുത്ത് തന്നെ. അപ്പോഴവർ കസേര കളി, ഊഞ്ഞാലാട്ടം, കണ്ണുകെട്ടി കുടമടി, അതുപോലെ തന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു തിരുവോണ ദിവസത്തിലെ ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു എന്ന് കരുതുന്നു.
അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.